നമ്മുടെ ജീവിതം ഒരു പഠനകാലമാണ്. വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ ഉടനെ വിജയിക്കാൻ ശ്രമിക്കും, അവർക്ക് വിജയം ലഭിക്കും. പരാജയ കാരണം മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ പഠനം. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇന്നത്തെ ഒരു ആത്മഹത്യയെപ്പറ്റി ഒരു വാർത്ത കേട്ടു. എറണാകുളം ഞാറയ്ക്കലിൽ സംഭവിച്ചതാണ്. ഏക മകൻ കുറേ നാൾ മുമ്പ് എന്തോ രോഗത്തിന് അടിമയായി മരണപ്പെട്ടു. അതിൻ്റെ നിരാശയിൽ കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾ ഇന്നലെ സ്വന്തം വീട്ടിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. എന്താണ് ഇതുകൊണ്ടുണ്ടായ നേട്ടം? ആ മകൻ അസുഖം ബാധിച്ച് മരണപ്പെട്ടു എന്നത് നമുക്കാർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അത് ദൈവവിധി തന്നെ. ഓരോരുത്തർക്കും മരണം സുനിശ്ചയമാണ്. അതിന് ഓരോരോ കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ആത്മഹത്യ പിന്തിരിഞ്ഞോട്ടമാണ്. സ്കൂളിൽ പഠിക്കുന്നവർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നാൽ അവരുടെ ഭാവി വളരെ ദയനീയമായി തീരും. അതിനു പകരം അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ എന്തു ചെയ്യണം? ഒന്നുകിൽ അധ്യാപകർ പറയുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതോടൊപ്പം ട്യൂഷനോ അതുപോലുള്ള മറ്റുള്ളവരുടെ പഠിപ്പിക്കലുകളോ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഈ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പരാജയങ്ങളും നമുക്ക് പലപ്പോഴും നിരാശകളുമൊക്കെ ഉണ്ടാകാം. അതിൻ്റെ കാരണം നാം മനസ്സിലാക്കിയെടുക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ആ ദുഃഖം വന്നത്, എനിക്ക് ആ നഷ്ടം സംഭവിച്ചത്, എനിക്ക് ഇതുപോലുള്ള അവസ്ഥ വന്നു ചേർന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ നാം വിജയിച്ചു. നമുക്ക് തീർച്ചയായും ഈ ജീവിതശേഷം വീണ്ടും നാം ഓരോരുത്തരും ജീവിക്കേണ്ടിയിരിക്കുന്നു, മനുഷ്യനായി തന്നെ. ആ ജീവിതത്തിൽ കൂടുതൽ ക്ലേശമനുഭവിക്കാതിരിക്കാൻ, നല്ല ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ഇപ്പോഴേ നമ്മുടെ പരാജയം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിവേകം.